അപ്പോൾ നാളത്തേക്ക് നമ്മുടെ മൗണ്ടനറിങ് കോഴ്സ് തുടങ്ങോട്ടെ. അപ്പോൾ ആളുകൾ കുറച്ചേശ്ശെ ആയിട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്കുള്ള കൂട്ടുകാരുടെ എണ്ണവും കൂടി വരുന്നുണ്ട്. അപ്പോൾ കോഴ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ഒരു മാസത്തേക്ക് പുറത്തിറങ്ങാനേ പറ്റൂല കേട്ടോ. അപ്പോൾ മണാലി കാണാനുള്ള ലാസ്റ്റ് ദിവസമാണ് ഇന്ന്. അപ്പോൾ നമുക്ക് കൂട്ടുകാരായിട്ട് ഇന്ന് പുറത്തേക്ക് പോയിട്ട് മണാലിയിൽ കുറച്ച് സ്പെഷ്യൽ ഡിഷ് ഉണ്ട് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് പോയതാണ്. പോണ വഴിക്ക് എവിടെ നോക്കിയാലും ഹിമാലയം കാണാം കേട്ടോ. അതേപോലെ തന്നെ എക്സ്പൾസും ഉണ്ട്. മൊത്തം ഇവിടെ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. കാരണം റോഡെല്ലാം പൊട്ടിപ്പൊളി നടക്കുന്നതുകൊണ്ട് തന്നെ സാധാ വണ്ടികൾ ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഹിമാചലിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡിഷുകളിലൊന്നാണ് സിദ്ധു. ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് പോയത്. സത്യം പറഞ്ഞാൽ ഒരു ഇഡലിയുടെയൊക്കെ ഒരു ഉള്ളിൽ എന്തോ ഫില്ലിങ് വെച്ച പോലെ ഉണ്ട്. ബട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമായില്ല കേട്ടോ. പക്ഷേ ഇവർക്കൊക്കെ വളരെ ഇഷ്ടമായി. ഇനി ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന പല കടകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തന്നെയൊക്കെ പോയി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇവിടെ ഹിമാചലികളുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് കേട്ടോ മട്ടൻ. ഇവിടെ ഒട്ടുമിക്ക ആളുകളും മട്ടൻ സ്ഥിരം കഴിക്കുന്നവരാണ് കേട്ടോ. നമ്മ ഇന്ന് ഹിമാചലിലെ മട്ടൻ കറി ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമായില്ല. ബട്ട് കറിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് നമ്മുടെ അത്ര ടേസ്റ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ബട്ട് എൻ്റെ കൂടെ വന്ന മഹാരാഷ്ട്രക്കാരനും MP കാരനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നമ്മുടെ ഹോസ്റ്റലിലെ ഫുഡ് ഇതൊക്കെ ഉണ്ട്. രാവിലെ ബ്രെഡും ബട്ടറും ജാമൊക്കെ കൂട്ടിയിട്ടാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. വൈകുന്നേരം ഒന്നരാടം നമുക്ക് ഇതേപോലെയുള്ള കറികളും അതിൻ്റെ കൂടെ ചിക്കനോ മട്ടനോ കിട്ടും കേട്ടോ. വൈകുന്നേരം ചായക്ക് ഒരു റവയും കൊണ്ട് ഉണ്ടാക്കിയ ഹൽവ എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടും കേട്ടോ. ബട്ട് നമ്മുടെ ഹൽവയായിട്ട് ബന്ധമൊന്നുമില്ല, സ്വീറ്റാണ്. അപ്പോൾ നമ്മുടെ യാത്രകൾ തുടരുകയാണ്. ഹിമാലയൻ താഴ്വരകളിലൂടെ മൗണ്ടനറിങ് കോഴ്സും എല്ലാ കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.